കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിന് ഇരയാക്കപ്പെട്ട കെ ഹർഷിന നീതി തേടി വീണ്ടും സമരം ആരംഭിച്ചിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ പരാജയമാണ് ഹർഷിനയ്ക്ക് നീതി നൽകാത്തതിലൂടെ വ്യക്തമാകുന്നത് എന്ന് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അടക്കമുള്ളവരുടെ അശ്രദ്ധയും പിഴവും കാരണം തുടർച്ചയായി 8ാം വർഷവും നീതി തേടി തെരുവിലിറങ്ങിയിരിക്കുകയാണ് കെ ഹർഷിന. നിരന്തരം പോരാടിയിട്ടും സർക്കാർ നീതി ലഭ്യമാക്കാത്തത് മാനസികമായി അവരെ വളരെയധികം തളർത്തിയിട്ടുണ്ട്. ഒപ്പം ശസ്ത്രക്രിയാ പിഴവ് വരുത്തിവെച്ച ശാരീരിക പ്രയാസങ്ങളും ഹർഷിനയെ വേട്ടയാടുന്നുണ്ട്. എല്ലാ വേദനകളും കടിച്ചമർത്തി തനിക്ക് നീതി ലഭ്യമാക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് അവർ. നീതി കിട്ടുന്നത് വരെ ശക്തമായ പോരാട്ടമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നിയമസഭ നടക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും സമരം ഇരിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. സമരസമിതിയുടെ ഒരു ശക്തമായ സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് വീണ്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നത്. കാരണം നമ്മളെ ജീവിതം അവസാനമാകുമ്പോഴേക്കും അതിനൊരു പരിഹാരമായിട്ട് കാര്യമില്ലല്ലോ. അപ്പം അത്രയും പെട്ടെന്നൊരു പരിഹാരം അത് തന്നെയാണ് വേണ്ടത്. കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ നടത്തിയ പ്രതിഷേധം KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹർഷിനയുടെ മുൻപിൽ നീതിയുടെ വാതിൽ കെട്ടിയടച്ചെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. സർക്കാരിന്റേത് ക്രൂരമായ സമീപനമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നമ്മൾ സാധാരണ പറയാറില്ലേ, വൈകിയെത്തുന്ന നീതി നിഷേധമാണെന്ന് പറയാറില്ലേ. ഇവിടെ പൂർണ്ണമായിട്ടും ഹർഷിനയുടെ മുമ്പിൽ നീതി അതിന്റെ എല്ലാ വാതിലുകളും കൊട്ടിയടച്ചിരിക്കുന്നത്. ക്രൂരമാണിത്. ഈ നിലപാട് ഗവൺമെന്റ് മാറ്റിയിട്ട് എത്രയും പെട്ടെന്ന് ഈ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. അതാണ് വേണ്ടത്. നീതി ലഭിക്കുന്നില്ലെങ്കിൽ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ സെക്രട്ടേറിയറ്റിനു മുൻപിൽ പ്രതിഷേധം നടത്താനാണ് ഹർഷിനിയും സമരസമിതിയും തീരുമാനിച്ചിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.